റൗണ്ട് അടിച്ചിട്ട് കൊടുക്കാം ഓടി ഓടി വാ ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടെ വന്തല അളിയാൻ വന്നല്ലോ വന്തല വന്തല അളിയാൻ വന്നല്ലോ വന്തല വന്തല അളിയാൻ വന്നല്ലോ ഞങ്ങളിതാ പോത്തുണ്ടി ഡാമിൻ്റെ പാർക്കും ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇതാ അടുത്തത് പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയുടെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അവിടെ ഫോറസ്റ്റും ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനത്തെ ഉള്ളവരൊക്കെ ഈ വണ്ടി നമ്പറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്തു. നെക്സ്റ്റ് അടുത്തത് ഞങ്ങൾ കണ്ടത് ഇതാ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. ഗൈസ് ഒരാള് പേടിച്ച് നിക്കണ കണ്ടോ? അവിടെ കേറി നിന്നാ എങ്ങനെയുണ്ട് കാണാൻ സുന്ദരി? ഇങ്ങോട്ട് ഇതേ തിരി നമ്മള് നെല്ലിയാമ്പതി. ഇത് പോത്തുണ്ടി ഡാം. സുന്ദരി നോക്ക, അവിടെ ഒരു മീൻ ചത്ത് കിടക്കണ ആ വെള്ളത്തിൽ കണ്ടോ? അതാണ്ടോ 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 ഒരു വൈറ്റ് കളറിൽ കണ്ടോ? അടുത്ത് തന്നെ ഞങ്ങളൊരു തട്ടുകട പോലെ ഒരു സംഭവം കണ്ടിട്ട് അവിടെ പോയി ചായ കുടിക്കാൻ പോയി. അപ്പോൾ താത്ത പറഞ്ഞത് കുരങ്ങന്മാരൊക്കെ അവിടെ നിറയെ വരും, രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമേ പോവുള്ളൂ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ, നല്ലൊരു വ്യൂ ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് നിർത്തിയത്. അപ്പോൾ അവിടെ കുരങ്ങന്മാരൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവുട്ടിയുടെ മോൻ കണ്ടു. ദേവ് പറയുന്നത് അതിനടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞാണ്, പക്ഷെ പോകാൻ പേടിച്ച് നിൽക്കുന്ന നിൽപ്പാണ് ഇത്. എല്ലാവരും പോയി അതിൻ്റെ അടുത്ത് പോയി നിന്നു, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അതൊരാൾ മാത്രം അവിടെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവുകയായി. ഞങ്ങൾ കരിങ്കുരങ്ങിനെ അങ്ങനെ കണ്ടു. അങ്ങനെ ഓരോ വണ്ടികൾ വരുമ്പോഴും കുരങ്ങന്മാരൊക്കെ അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് വരും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഫോറസ്റ്റുകാരുടെ ഒരു നോട്ടീസ് പോലെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എന്താ അവർക്ക് ഫുഡൊന്നും കൊടുക്കരുത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകും തോറും ഉണ്ടല്ലോ, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും പറയണ പോലെ അങ്ങനെ മുകളിലേക്ക് പോകും തോറും കോടയുടെ അളവ് കൂടി വരികയാണ്. അപ്പോൾ ഈ സമയത്ത് പറ്റിയൊരു പാട്ടാണ് കോടമഞ്ഞിനു.
നെക്സ്റ്റ് വണ്ടി നിർത്തിയത് ഇങ്ങനെ ഓരോ വ്യൂ പോയിൻറ്റുകൾ പോലെ അങ്ങനെയുള്ളതിൽ ഇപ്പോൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര അതിന് ആഴമുണ്ട്, നമ്മൾ എത്ര ദൂരം കയറി വന്നു എന്നൊന്നും ഇപ്പം നോക്കി അറിയില്ല. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയായിണ്ടോ മണി? എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറാണോ? ഇപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ കോടയൊക്കെ തന്നു കഴിഞ്ഞ് ഇത്രയും ദൂരം ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴത്ത് വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ചെറുതായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണുള്ളൂ. ഒരു ലോറി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതാണ് ചെറിയൊരു വണ്ടികളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇത്രയും കോട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം നീങ്ങി പോകുന്നുണ്ട്, ഒപ്പം ഉണ്ടാവണമുണ്ട്. ഞങ്ങളതൊക്കെ അങ്ങനെ നോക്കി ഓരോരുത്തർ ഫോട്ടോ എടുക്കലും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് അങ്ങനെ ദൂരെ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലേ കാണുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഓരോന്നും തിന്നിട്ടും ഇങ്ങനെ ഇരുന്നു. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഫോട്ടോഷൂട്ടും സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ കൂടുതലും ഇങ്ങനത്തെ എന്തൊക്കെയോ എസ്റ്റേറ്റുകൾ പോലത്തെയാണ്. എന്തൊക്കെയോ കുറേ പലതരത്തിലുള്ള എന്തൊക്കെയോ കുറേ മരങ്ങളും ചെടികളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ കണ്ടു. എന്നിട്ട് നേരെ കാണാൻ കുറച്ച് ചെറിയൊരു ബിൽഡിങ്ങുകൾ പറയുള്ളത്, അതൊക്കെ എന്തൊക്കെയോ ഫാക്ടറി അങ്ങനത്തെയാണ്. ഈ കാണുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമാണത്, നെല്ലിയാമ്പതി. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നെല്ലിയാമ്പതി വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. നെല്ലിയാമ്പതി സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാറിലുള്ള ഓരോരോ അംഗങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു തണുപ്പും ആ ഒരു നല്ല രീതിയിലുള്ളൊരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ള ടൈം. അപ്പോൾ അതവിടുത്തെ പാർക്കിങ്, അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ പോകുന്നു. അടുത്ത ആ ഒരു സൂയിസൈഡ് പോയിൻ്റ് കാണാൻ പോവുകയാണ്. 2 സൈഡിലും ഫുള്ള് വലിയ മരങ്ങളായിട്ട് നടുക്ക് കൂടെ ഉള്ളൊരു വഴി. അങ്ങനെ അങ്ങോട്ട് അപ്പോൾ ഇവിടെ ഫുള്ള് മെയിനായിട്ട് കുരങ്ങന്മാരാണുള്ളത്, നിറയെ ഉണ്ട്. ഓരോ ഫുഡും ഓരോന്നൊക്കെ വാങ്ങുമ്പോൾ ഒപ്പം അത് ആൾക്കാരിൽ നിന്ന് തട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ സമയത്ത് ഒരു ലേസിൻ്റെ പോലത്തെ ഒരു സാധനം വാങ്ങിയപ്പോൾ അത് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് മരത്തിൻ്റെ മുകളിൽ പോയിരുന്നു ഒരു കുരങ്ങൻ വന്നിട്ട്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓരോ ഫോട്ടോ എടുക്കലും. അപ്പോൾ ഇത് ഒരു സൂയിസൈഡ് പോയിൻ്റാണ്. കുറേ കമ്പിവേലിയും അങ്ങനത്തെ ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ആൾക്കാർ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണിയാണ് കഴിച്ചത്. അപ്പം നേരത്തെ കണ്ടിട്ടുള്ള ഓറഞ്ച് തോട്ടത്തിലേക്ക് ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. പഴുക്കുട്ടോ? അപ്പോൾ ഇവിടെ ഇതുണ്ട്, ഒരു ഏറുമാടം തന്നെ പറയുക തോന്നുന്നു, അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് ലോക്ക്ഡായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫോട്ടോയും ഒക്കെ എടുത്തു. മുൾച്ചെടിയാണേ. ഈ ഫാമിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ചെടികളും പൂക്കളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അതിലൊന്നും പെറുക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്, ഫൈൻ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം അവിടെ കേട്ടിട്ടുള്ള ഈ ചിരിക്ക് കാരണം എന്താ, ഈ കാണുന്ന കാഴ്ചയാണ്. പാറയുടെ മുകളിൽ കൂടെ ഉള്ളൊരു ജീപ്പ് യാത്ര. വളരെ അടിപൊളിയായിട്ടുള്ളൊരു
യാത്രയായിരുന്നു. എന്താ നമ്മൾ സ്പ്രിങ് പോലെ ഇരുന്ന സ്ഥലത്തു നിന്ന് മുകളിലേക്ക് തെറിക്കുകയായിരുന്നു. ഇതുണ്ടോ എന്താ ഭംഗി കാണാൻ. 2 സൈഡിലും ഫുള്ള് കാടും നടുക്ക് കൂടെ മണ്ണാണ്. മണ്ണ് പറഞ്ഞാൽ ഫുള്ള് ചളിയും കല്ലും ഒക്കെ കൂടിയായിട്ടുള്ളൊരു അടിപൊളി യാത്രയായിരുന്നു. വൈഭവം ഗൈസ്. ഓരോ കുറച്ച് ദൂരം പോകുന്നവർ ഇതുപോലൊരു സ്പോട്ടുകളുണ്ട് മുകളിൽ നല്ലൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ളൂ. പക്ഷെ വ്യൂ കാണാൻ പറ്റുന്ന ലെവലിലല്ല ഇതുള്ളത്, ഫുള്ള് മഞ്ഞായിട്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ബ്രഹ്മരം മൂവി ലാലേട്ടൻ്റെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കാറ്റ് കാരണം എവിടെയെങ്കിലും പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. ഓഫ് റോഡ് യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് പറയാം. നല്ലൊരു ക്ലൈമറ്റും ഈ ചുറ്റും കാടൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ അമ്പലം പോലെയൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. ഞങ്ങൾക്കുള്ള റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, റിസോർട്ടിലേക്ക്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ദൈവങ്ങളെ അട്ട കടിച്ചു. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് കളയുകയാണ്. ഉണ്ടാവൂലോ. ഞങ്ങളത് റൂമിൻ്റെ അടുത്ത് എത്താറായി. അപ്പം റൂമിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.